ശ്രീ സുരേഷ് ഗോപിയുടെ കുടുംബം മൊത്തം ഒരു ശാസ്താമംഗലത്തെ വോട്ടറായിരുന്നു അദ്ദേഹം. ഞാൻ കവടിയാറും സുരേഷ് ഗോപി ശാസ്താമംഗലത്തെയും വോട്ടറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ തൃശ്ശൂരാണ് ചേർത്ത്. പിന്നെ ഇലക്ഷൻ്റെ ഒരു ഫീൽഡിലും സുരേഷ് ഗോപിയെ കണ്ടിരുന്നില്ല. പല സർവേകളും പറഞ്ഞത്, പല ചാനലുകളും നടത്തിയ സർവേയിൽ ഐദർ UDF ഓർ LDF അതാ പറഞ്ഞു. ഒരിടത്തും BJPയുടെ വിജയം പ്രവചിച്ചിരുന്നില്ല. സ്ഥാനാർത്ഥി പല ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി അധികം തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹം പിണങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ വ്യാപിച്ചിരുന്നു. ഒരു ഫീൽഡിൽ പോലും ഞങ്ങൾ 2 സ്ഥാനാർത്ഥികൾ ഞങ്ങൾ സ്ഥിരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു, ഞാനും സുനിൽകുമാർ. ഒരിടത്തും സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ല. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം, അതായത് ജൂൺ മാസം 3-ാം തീയതി, ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നെ കണ്ടിരുന്നു. എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല അമിത്ഷാ കൊടുത്ത നിർദ്ദേശം കൗണ്ടിങ് ദിവസം തൃശ്ശൂർക്ക് പോകണ്ട, റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം മാത്രം, അതായത് ജൂൺ 5-ാം തീയതി മാത്രം തൃശ്ശൂർക്ക് പോയാൽ മതി എന്ന് അമിത്ഷാ നിർദ്ദേശിച്ചതായി ജൂൺ 3-ാം തീയതി ആ ഫിലിം പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം ഒരു പേഴ്സണലായിട്ട് പറഞ്ഞാണല്ലോ. അതുകൊണ്ട് 5-ാം തീയതി എല്ലാവരും 4-ാം തീയതി എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. അപ്പോൾ അതിൽ മൊത്തം കൃത്യമായി നടന്നിട്ടുണ്ട്. വിജയം നേരത്തെ തന്നെ BJP ഉറപ്പിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ആ ഇലക്ഷൻ റിസൾട്ട്. നരേന്ദ്രമോദി ജനുവരി 3-ാം തീയതി വന്ന് അവിടെ പ്രചരണം നടത്തി അന്ന് മുതൽ മറ്റെല്ലാ ഗൂഢാലോചനയും തുടങ്ങി. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മഹാഭൂരിപക്ഷം BLOമാരും CPM സംഘടനയിൽ അംഗങ്ങളായി. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ DCC ജോസ് വള്ളൂർ അടക്കമുള്ളവർ ഇത് ഉന്നയിച്ചിരുന്നു. പക്ഷേ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇലക്ഷൻ കാലത്ത് തന്നെ ഞങ്ങൾ പരാതി ഉന്നയിച്ച. അല്ല, അത് അന്വേഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായി നടന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയാൽ ഏതാണ്ട് ഒരു 50ഓളം തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കേണ്ടി വരും. അത് റദ്ദാക്കിയാൽ സർക്കാരിൻ്റെ ഭൂരിപക്ഷം പോയി. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം 101% കറക്റ്റാണ്. ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു ഗൗരവമായിട്ടുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5-8 മാസമായി അദ്ദേഹം നടത്തിയ സ്റ്റഡി ചെയ്തിട്ടാണ് ഇന്നലെ അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചത്. അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കള്ളന്മാരാക്കുക, അതാണ് ഡോക്ടർ ഹാരിസിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും രസകരമായ കാര്യം, സൂപ്രണ്ടും പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഒരു ഉന്നതൻ്റെ ഫോൺ കോൾ. അതിപ്പോൾ ഇന്ന് ഡോക്ടർ ഇഷാനോ മറ്റോ അദ്ദേഹം പറഞ്ഞ് ഞാനാണ് വിളിച്ചത്. എനിക്ക് വന്ന് അദ്ദേഹം ആ കുറ്റം ഏറ്റെടുത്തായിരിക്കും. മന്ത്രിയുടെ ഓഫീസിലെ ഫോൺ കോളാണ് പരിശോധിക്കേണ്ടത്. മന്ത്രിയാണോ വിളിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്താ പറയേണ്ടത്, ഒരു ഡോക്ടറെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കള്ളനാക്കാൻ നോക്കുന്നത് ഡോക്ടർമാരുടെ മൊറലിനെ ബാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു രാജിവെച്ചല്ലാണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല. അതുകൊണ്ട് ഡോക്ടർ ഹാരിസിനോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് അഖിലേന്ത്യാ കമ്മിറ്റി അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരും ഞങ്ങൾ അക്കാര്യത്തിൽ ശക്തമായുള്ള സമരം നടത്തും.